ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് കോളേജ് വരെ ഒന്ന് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവിടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിൽ അവിടെ നിൽക്കുക. എന്നാൽ പിന്നെ അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പേടിയുണ്ടോ? ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ഡേ അല്ലേ? അപ്പോൾ അവരെയൊക്കെ കണ്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ബേസിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ബിജോയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ടിങ് നടത്താമെന്ന് പറഞ്ഞു. നീ വേഗം ക്യാമറ ഓണാക്കി നമുക്ക് വ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ബിജോനെ സർപ്രൈസ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ബിജോയുടെ അടുത്തേക്ക് കേക്ക് പോയിട്ട് തന്നെ അവൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി പറയുന്നുണ്ടായിരുന്നു. ആ ഭാവങ്ങളുടെ പേര് പറയാൻ എനിക്കറിയില്ല. നാണമാണോ ചമ്മലാണോ അറിയില്ല. എന്താണ് ആൾ ഭയങ്കര ഹാപ്പി എന്നുള്ളത് സത്യം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബിജോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവനെല്ലാവർക്കും ഷെയർ ചെയ്തു. ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം അവന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരാണ് കേട്ടോ. അപ്പോൾ പിന്നെ കേക്കിന് വേണ്ടിയുള്ളൊരു തർക്കമായിരുന്നു അവിടെ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെ വായിൽ കേക്ക് ആദ്യം വയ്ക്കും എന്നുള്ള തർക്കമായിരുന്നു അവിടെ ഉള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജിൻ്റെ അഭിമാനമായ അബിൻ റോണി അവിടെ എത്തിച്ചേർന്നു. കോളേജിലെ പെൺകുട്ടികളുടെ രോമാഞ്ചം. അതെ, എല്ലാ പെൺകുട്ടികളും ക്യൂ നിൽക്കുന്ന സുന്ദര പുരുഷൻ. ഇങ്ങോട്ട് നോക്കൂ. നോക്കടാ, നോക്ക്. കോളേജൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്നാ പരിപാടി? കുലത്തൊഴിൽ. എന്താണ് നിന്റെ കുലത്തൊഴിൽ? കൃഷിയോ? വാഴയാണോ? 10. അതെ, കുറച്ച് നിനക്ക് പകരാണോ? വേണ്ട. അവണി ഒഫീഷ്യലി അൺഎംപ്ലോയിഡ് ആയതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? കിട്ടൂലേ? ഞങ്ങൾക്കൊക്കെ ജോലിയായി. നീ എന്തായാലും ഇങ്ങനെ ഇരിക്കണേ? എന്ത് ബിസിനസ്? പാനിപ്പൂരിക്കട. ഞാൻ 10 ഭായിമാരെടുക്കും. ഓരോ ഭായിമാർക്ക് ഓരോ ഔട്ട്ലെറ്റ് ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെ അവനോടുള്ള കത്തിയിടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അങ്ങ് പോയേക്കാം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പക്ഷേ മെയിൻ ബ്ലോക്ക് വരെ എത്തിയപ്പോഴത്തേക്കും അടുത്തതുകൊണ്ട് അവിടെ കുറേ നേരം കത്തിയൊക്കെ അടിച്ചിരുന്നിട്ട് ഓർമ്മകളൊക്കെ ആയവർക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.